ഹലോ ഗൈസ്, വെൽക്കം ടു കാസ്ട്രോൾഡർ മൂവി മീഡിയ. ഇന്നിവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്ന പടത്തിൻ്റെ പേര് ജോ. പടത്തിൽ അഭിനയിച്ചിരുന്ന റിയോ രാജ്, ബ്യാവ്യ തൃക്ക, മാളവിക മനോജ്, പ്രവീണ എന്നിവരാണ്. പ്രവീണ ചേച്ചി മലയാളത്തിലുള്ള ആളാണ്. പടം എങ്ങനെയുണ്ടെന്ന് പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ പോളി ആൻഡ് ഇറ്റ്സ് എ ഹാർട്ട് വാർമിങ് എന്നാണ് ഉദ്ദേശിച്ചത്. പെട്ടെന്ന് പറയാൻ നോക്കി, പക്ഷെ കിട്ടിയില്ല. അതുകൊണ്ടാണ് എനിക്ക് ഇടയ്ക്ക് കിട്ടാത്തൊരു വാക്കാണ്. പക്ഷേ ഇതെന്നറിയാം, ഇറ്റ്സ് എ ഹാർട്ട് വാർമിങ് മൂവി ഫോർ മീ. സിനിമ ഡയറക്റ്റ് ചെയ്തിരുന്ന ഹരിഹരൻ റാം എന്ന് പറഞ്ഞ ഒരാളാണ്. ഇങ്ങനെയാണ് സ്ട്രൈറ്റ് ചെയ്തിരിക്കുന്നതും. സിനിമാറ്റോഗ്രഫി ബൈ സിനിമാറ്റോഗ്രഫി ബൈ രാഹുൽ KG വിനേഷ്, എഡിറ്റഡ് ബൈ KG വരുൺ, ആൻഡ് മ്യൂസിക് ബൈ സിദ്ധു കുമാർ. ഒന്നിൻ്റെ അടിപൊളി പാട്ടിലിടെ ആ പാട്ട് കമ്പോസ് ചെയ്ത് തന്നെയാണ്. വേറെ ഒന്നും എനിക്ക് യൂണിവേഴ്സ് അറിഞ്ഞുണ്ട്. പിന്നെ വേറെ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. പടം എങ്ങനെയുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ്. മ്യൂസിക് ആൻഡ് BGM വോയിസ് അത്യാവശ്യം നൈസായിരുന്നു. പിന്നെ പടത്തിൽ മറ്റിങ്ങേരുണ്ട് കേട്ടോ. ചാർലി എന്ന് പറഞ്ഞ ഒരാളുണ്ട്. മീൻസ് നിങ്ങൾ ഇങ്ങേരെ തമിഴ് സിനിമകളിൽ ചില പടങ്ങളിലെങ്കിലും കണ്ടിട്ടുണ്ടാവുമായിരിക്കും. അപ്പം അങ്ങേരുണ്ട്, ഒരു ചെയ്ത റോളാണ്. അങ്ങേരെ അത്യാവശ്യം നല്ലൊരു വെച്ചിട്ടുണ്ട്. പിന്നെ പ്രവീണ എന്ന് പറയുന്നത് പണ്ടൊക്കെ മലയാള സിനിമയിൽ, മീൻസ് മലയാള പടങ്ങളിൽ, ഇപ്പോഴും മലയാളം പടങ്ങളിൽ ഉണ്ടോയെന്ന് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മ കിട്ടണില്ല. എന്തായാലും കുറച്ച് പഴയത്, മീൻസ് 2010 ആ സമയങ്ങളിൽ നായകൻ്റെ അല്ലെങ്കിൽ നായികയുടെ അല്ലെങ്കിൽ ആരുടെയെങ്കിലും അമ്മയായിട്ടൊക്കെ അഭിനയിക്കാറുണ്ട് ഇവർ. അപ്പം ഇവരെയാണ് ഈ പടത്തിൽ നായകൻ്റെ, മീൻസ് റിയോ രാജിൻ്റെ അമ്മയായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ റിയോ രാജിനെ കുറിച്ച് പറയാനാണെങ്കിൽ അങ്ങേരുടെ കണ്ടപ്പോൾ എനിക്ക് അത്യാവശ്യം ഇറ്റ്സ് കംബാക്ക് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങേരുടെ ഒരു കംബാക്ക് കിട്ടി. പിന്നെ അങ്ങേരുടെ ഞാൻ നായകനായിട്ട് വന്ന പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ, മീൻസ് നെഞ്ചമുണ്ട്, നേർമയുണ്ട്, ഓടി രാജ എന്ന് പറഞ്ഞ സിനിമയുണ്ട്. അത് അത്യാവശ്യം നൈസാണ്. പിന്നെ പ്ലാൻ പണ്ണണം, അത് ഒട്ടും കാണരുത്. അത് രമ്യ നമ്പീശനും ഇങ്ങേരും കൂടി ഒട്ട ക്രഞ്ച് കാണിച്ച് ഉളക്കി വെച്ചിരിക്കണമായിരുന്നു ആ സിനിമ. പിന്നെ ആ സിനിമയിൽ സ്റ്റോറി ഇല്ല, അത് വേറെ കാര്യം. അതിനുശേഷം ഇപ്പോഴാണ് ഇങ്ങനെ നായകനായിട്ട് വരുന്നത്. ഈ 2 പടം ഇനി മുമ്പ് നായകനായിട്ട് വന്ന പടങ്ങളാണ് നെഞ്ചമുണ്ട്, നേർമയുണ്ട്, ഓടി രാജ എന്ന് പറഞ്ഞ സിനിമയും പിന്നെ പ്ലാൻ പണ്ണണം ഒട്ടും കാണരുത്. ഞാൻ ഒരിക്കലും പ്രിസ്ക്രൈബ് ചെയ്യില്ല. അത് സ്പോയിലർ പറഞ്ഞു പോയി, തെറിവിളിച്ചു അമ്മാതിരി പടമാണ്. ഈ 2 പടത്തിന് ശേഷം അങ്ങനെ നായകനായിട്ട് അഭിനയിച്ച സിനിമയാണ് ഇത്, ജോ എന്ന് പറയുന്നത്. പിന്നെ പ്ലാൻ പണ്ണണം കണ്ടണം എന്താണ് കഴിഞ്ഞ വർഷം കണ്ടതെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ വർഷം വിജയ് സൂപ്പറിലാണ് കണ്ടത്, അതും ജനുവരി സമയത്ത്. അന്നത്തെ ക്ഷീണം അതുകൊണ്ടൊന്നും ഈ സിനിമയിൽ വലിയ ഹൈപ്പും ഉണ്ടായിരുന്നില്ല. മീൻസ് ഇത് 2023 ഇറങ്ങിയ സിനിമയാണ്, പക്ഷെ ഞാൻ ഇപ്പോഴാണ് കണ്ടത്. അതുകൊണ്ടൊന്ന് പണ്ണണം കണ്ടിട്ട് എനിക്ക് ഇങ്ങോട്ട് ഒരു പടത്തിൽ എനിക്കൊരു ഹോപ്പ് കൊടുക്കണ്ട എന്നുള്ളതിൽ എനിക്കായിരുന്നു. അപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഈ ഒരു പടം പ്രിസ്ക്രൈബ് ചെയ്തത്. അപ്പോൾ ചുമ്മാ കണ്ടൊക്കെയെന്ന് പറഞ്ഞ് ഇരുന്ന് കണ്ടതാണ്. എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആദ്യം തൊട്ട് അവസാനം വരെയും ഇറ്റ്സ് ഗുഡ്, അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ മാളവിക മനോജിനെ കുറിച്ച് പറയാനാണെങ്കിൽ, നിങ്ങൾ പ്രകാശൻ പറക്കട്ടെ എന്ന് പറയുന്ന സിനിമയുണ്ട് മാത്യു തോമസിൻ്റെ, അത് നായികയുടെ വന്ന ആളാണ്. അവർ മാളവിക മനോജ് ഭാവിത്രക്ക് ഇതിന് മുമ്പ് ഏതൊക്കെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. സിനിമാറ്റോഗ്രഫി വോയിസും വോയിസും അത്യാവശ്യം നൈസ്. ഇത്ര എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് അമർത്തി സഹായിക്കുക എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഡെൽറ്റ